അവൾ വാടിയ പൂക്കൾ ടേബിളിൽ നിന്ന് മാറ്റി. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പം നമുക്ക് ആദ്യം ഓരോ വേർഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് അവൾ. അവൾ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയാം? ഷീ അല്ലേ? ഷീ എന്നുള്ള പ്രൊനൗൺ ആണ്. ഇനി വാടിയ പൂക്കൾ, വാടിയ അവിടെ നിൽക്കട്ടെ, പൂക്കൾ എങ്ങനെയാ പറയാം? ഫ്ലവേഴ്സ്. ഇനി ടേബിൾ, ടേബിൾ തന്നെയാണ്. നിന്ന് മാറ്റി എന്നുള്ളതിന് നമുക്ക് റിമൂവ്ഡ് എന്ന് പറയാം. റിമൂവ്ഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇനി ഒരു സെൻറ്റൻസിലാക്കുക? ഫസ്റ്റ് ഷീ, അത് കഴിഞ്ഞ് നമ്മൾ എന്താ എഴുതുക? വേർബാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഷീ റിമൂവ്ഡ്. ഇനി വാടിയ പൂക്കൾ, വാടിയ പൂക്കളിനെ നമുക്ക് ഇംഗ്ലീഷിൽ വിൽറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയാം. വിൽറ്റഡ് ഫ്ലവേഴ്സ്. അപ്പോൾ വാടി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വിൽറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ വിൽറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു. ഷീ റിമൂവ്ഡ് വിൽറ്റഡ് ഫ്ലവേഴ്സ്. എവിടെ നിന്ന്? ടേബിളിൽ നിന്ന്. അപ്പോൾ ടേബിളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം ദ ടേബിൾ. ഷീ റിമൂവ്ഡ് വിൽറ്റഡ് ഫ്ലവേഴ്സ് ഫ്രം ദ table. She removed wilted flowers from the table. Thank you. English Mithra. Stop worrying, start learning.